PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന CSEB എക്സാമുകൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The process of ascertaining the difference between the total debits and credits of an account is known as dash. The process of ascertaining the difference between the total debits and credits of an account is known as dash. ഉത്തരം ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിനെ ബാലൻസിങ് എന്നാണ് പറയുന്നത്. ഒരു അക്കൗണ്ടിന് രണ്ട് സൈഡ് ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിനെ ഡെബിറ്റ് സൈഡ് എന്നും റൈറ്റ് സൈഡിനെ ക്രെഡിറ്റ് സൈഡ് എന്നുമാണ് പറയുന്നത്. ഡെബിറ്റും ക്രെഡിറ്റും ടോട്ടൽ ചെയ്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിനെ ബാലൻസിങ് എന്ന് പറയും. ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഏതൊരു അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്ത് ബാലൻസ് കണ്ടുപിടിക്കണം. ഈ ബാലൻസ് കണ്ടുപിടിക്കാത്ത ഒരു കേസ് വരുന്നത് ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് കോളമാണ്. ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ രണ്ട് ഭാഗത്തും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 3 കോളം വീതമുണ്ട്. ക്യാഷ്, ബാങ്ക്, ഡിസ്കൗണ്ട്. ഡെബിറ്റ് സൈഡിലുള്ള ഡിസ്കൗണ്ട് അലൗഡും ക്രെഡിറ്റ് സൈഡിലുള്ളത് ഡിസ്കൗണ്ട് റിസീവ്ഡുമാണ്. ഈ ഡിസ്കൗണ്ട് കോളത്തിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കില്ല, ജസ്റ്റ് ടോട്ടൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ഇതിൽ ഓർത്തിരിക്കേണ്ടത്. ബാക്കി എല്ലാ അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്ത് ഡിഫറൻസ് കണ്ടുപിടിക്കണം. അങ്ങനെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിനെ ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം: പർച്ചേസ് ലെഡ്ജർ ഈസ് ഓൾസോ നോൺ ആസ്. പർച്ചേസ് ലെഡ്ജർ ഈസ് ഓൾസോ നോൺ ആസ്. ഉത്തരം ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. പർച്ചേസ് ലെഡ്ജറിനെയാണ് ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത്. എല്ലാ ക്രെഡിറ്റ് പർച്ചേസസുമാണ് പർച്ചേസ് ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓൾ പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ക്രെഡിറ്റ് സപ്ലയേഴ്സ്. ക്രെഡിറ്റ് സപ്ലയേഴ്സിനെയാണ് പർച്ചേസ് ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുന്നത്. സെയിൽസ് ലെഡ്ജർ നമുക്കറിയാം, എല്ലാ ക്രെഡിറ്റ് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. സെയിൽസ് ലെഡ്ജറിനെ ഡെറ്റേഴ്സ് ലെഡ്ജർ എന്ന് പറയും. പർച്ചേസ് ലെഡ്ജറിനെ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ എന്നുമാണ് പറയുന്നത്. നമുക്കറിയാം ലെഡ്ജർ മെയിനായിട്ട് 2 തരത്തിലുണ്ട്: പേഴ്സണൽ ലെഡ്ജറും ഇംപേഴ്സണൽ ലെഡ്ജറും. പേഴ്സണൽ ലെഡ്ജറിനെ രണ്ടായിട്ട് തരംതിരിക്കാം. അത് ഡെറ്റേഴ്സ് ലെഡ്ജറും ക്രെഡിറ്റേഴ്സ് ലെഡ്ജറുമാണ്. പേഴ്സണൽ ലെഡ്ജറിനെ രണ്ടായിട്ട് തരംതിരിക്കാം. അത് ഡെറ്റേഴ്സ് ലെഡ്ജറും ക്രെഡിറ്റേഴ്സ് ലെഡ്ജറുമാണ്. ഈ ഡെറ്റേഴ്സ് ലെഡ്ജറാണ് സെയിൽസ് ലെഡ്ജർ, ക്രെഡിറ്റേഴ്സ് ലെഡ്ജറാണ് പർച്ചേസ് ലെഡ്ജർ. ഇനി ഇംപേഴ്സണൽ ലെഡ്ജറിനെ രണ്ടായിട്ട് തരംതിരിക്കാം. അത് ക്യാഷ് ബുക്കും ജനറൽ ലെഡ്ജറുമാണ്. ജനറൽ ലെഡ്ജറിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അത് നോമിനൽ ലെഡ്ജറും പ്രൈവറ്റ് ലെഡ്ജറുമാണ്. അപ്പോൾ ലെഡ്ജറിനെ മെയിനായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം: പേഴ്സണൽ ആൻഡ് ഇംപേഴ്സണൽ. പേഴ്സണൽ ലെഡ്ജറിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നതാണ് ഡെറ്റേഴ്സ് ലെഡ്ജറും ക്രെഡിറ്റേഴ്സ് ലെഡ്ജറും. ഇംപേഴ്സണൽ ലെഡ്ജറിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നത് ക്യാഷ് ബുക്ക്, ജനറൽ ലെഡ്ജർ. അങ്ങനെയാണ്. അപ്പോൾ ജനറൽ ലെഡ്ജറിനെ നോമിനൽ ലെഡ്ജർ എന്ന് പറയും. ക്യാഷും ബാങ്കും ഒഴികെയുള്ള മറ്റെല്ലാ അക്കൗണ്ടുമാണ് ജനറൽ ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: പർച്ചേസ് ലെഡ്ജർ ഈസ് ഓൾസോ നോൺ ആസ്. ഉത്തരം ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. ദ ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് ഓൺലി ഫോർ എ പീരീഡ് ഓഫ് 12 months ഈസ് ഡാഷ്. ദ ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് ഓൺലി ഫോർ എ പീരീഡ് ഓഫ് 12 months ഈസ് ഡാഷ്. ഉത്തരം റവന്യൂ എക്സ്പെൻഡിച്ചർ. ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് 12 മാസത്തേക്ക് അല്ലെങ്കിൽ 1 കൊല്ലത്തേക്കാണ് ഉള്ളതെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. 3 തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്: ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ലോങ് ബെനിഫിറ്റാണ് ആ ഒരു എക്സ്പെൻഡിച്ചറിന് വരുന്നത്. ഉദാഹരണത്തിന് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിനുള്ള എക്സ്പെൻഡിച്ചർ, എമൗണ്ട് സ്പെൻഡ് ഫോർ അക്വിസിഷൻ ഓഫ് ആൻ അസറ്റ് ഓർ ഫോർ ഇൻക്രീസിങ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനോ അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അസറ്റ് വർക്കിംഗ് കണ്ടീഷനിലേക്ക് ഉള്ള മെയിൻ്റനൻസ് ചാർജ്, ഇൻസ്റ്റലേഷൻ ചാർജ്, ഇതെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ലാൻഡ് പർച്ചേസ് ചെയ്യുന്നതിനുള്ള ബ്രോക്കറേജ് പെയ്ഡ്, വേജസ് പെയ്ഡ് ഫോർ
erecting the machinery, cost for old or new machinery purchase, ബിൽഡിങ്, അതർ ഫിക്സഡ് അസറ്റ്സ്, ഇതെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഉദാഹരണങ്ങളാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് ഒരു കൊല്ലത്തേക്കാണ് ഉണ്ടാവുക. An expenditure incurred for the purpose of earning an income is revenue expenditure or day-to-day expenditure. ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലവാകുന്ന ചിലവുകളാണ് ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻസസ് ആർ കണക്റ്റഡ് വിത്ത് ഡേ-ടു-ഡേ ട്രാൻസാക്ഷൻസ്. ഇത് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് റെക്കറിംഗ് ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് റെക്കറിംഗ് ഇൻ നാച്ചുർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എല്ലാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. മൂന്നാമത് പറഞ്ഞത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അതൊരു ടൈപ്പ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷേ ഈ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷങ്ങളിൽ നിലനിൽക്കും. പ്രിലിമിനറി എക്സ്പെൻസസ്, ഹെവി അഡ്വർടൈസ്മെൻറ്റ്, ഇതെല്ലാം ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് ഉദാഹരണങ്ങളാണ്. A statement of debit and credit balance of account is called dash. A statement of debit and credit balance of account is called dash. ഉത്തരം ട്രയൽ ബാലൻസ്. അക്കൗണ്ടുകളുടെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസുകളുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനെ പറ്റി ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ് അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അത് ട്രയൽ ബാലൻസ് ആണ്. Trial balance is prepared to check the arithmetical accuracy of the accounts. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ബുക്സ് ആൻഡ് അക്കൗണ്ട്സിൻ്റെ കറക്റ്റ്നെസ് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ട്രയൽ ബാലൻസിൽ നിന്നുമാണ്, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഫൈനൽ അക്കൗണ്ട്സ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് അറ്റ് എനി ടൈം ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏത് സമയത്ത് വേണമെങ്കിലും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. രണ്ട് മെത്തേഡുകളാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നത്, ടോട്ടൽ മെത്തേഡും ബാലൻസ് മെത്തേഡും. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ മോസ്റ്റ് യൂസ്ഫുൾ മെത്തേഡ് എന്ന് പറയുന്നത് ബാലൻസ് മെത്തേഡാണ്. എല്ലാ അക്കൗണ്ടിൻ്റെയും ബാലൻസ് മാത്രം, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അങ്ങനെ ബാലൻസ് മാത്രം ട്രയൽ ബാലൻസിൽ കാണിക്കുന്ന മെത്തേഡാണ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ടോട്ടൽ മെത്തേഡിൽ ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും, ഓരോ അക്കൗണ്ടിൻ്റെയും ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും രണ്ട് സൈഡിലുമായിട്ട് കാണിക്കും. അതാണ് ടോട്ടൽ മെത്തേഡ്. ബാലൻസ് മെത്തേഡാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അക്കൗണ്ടിൻ്റെ ഓരോ അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് ബാലൻസ് കണ്ടുപിടിച്ചിട്ട് ആ ബാലൻസ് മാത്രം ട്രയൽ ബാലൻസിൽ കാണിക്കുന്നതാണ് ബാലൻസ് മെത്തേഡ്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, എല്ലാത്തരം അക്കൗണ്ടിൻ്റെയും ബാലൻസും ഈ ട്രയൽ ബാലൻസിൽ കാണിക്കും. ദ ബാലൻസ് ഷോൺ ഇൻ അക്കൗണ്ട്സ് ആർ യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്താൽ നമുക്കറിയാം ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആവണം. അങ്ങനെയാണ് അരിത്തമെറ്റിക്കൽ ആക്യുറസി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ടെമ്പററിലി ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം സസ്പെൻസ് അക്കൗണ്ടാണ്. Difference in a trial balance can be temporarily put into the suspense account. അടുത്ത ചോദ്യം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ഉത്തരം നോമിനൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫൈനൽ അക്കൗണ്ടാണ്. ഇതിനെ റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് എ സെക്കൻഡ് പാർട്ട് ഓഫ് റവന്യൂ അക്കൗണ്ട്. റവന്യൂ അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് പാർട്ട് ട്രേഡിംഗ് അക്കൗണ്ടാണ്, സെക്കൻഡ് പാർട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസിനെയാണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റ് ആണ്, ലോസ് ആണെങ്കിൽ അത് നെറ്റ് ലോസ് ആണ്. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. എല്ലാ ബിസിനസ് ഇൻകവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഇൻകം ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ നെറ്റ് ലോസോ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ഉത്തരം കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം വരുന്ന റോ മെറ്റീരിയൽസിൻ്റെയും വർക്കിംഗ് പ്രോഗ്രസിൻ്റെയും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും സ്റ്റോക്കിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദ ടേം ക്ലോസിംഗ് സ്റ്റോക്ക് റെഫേഴ്സ് ടു സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. പ്രീവിയസ് ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്കാണ് കറൻറ്റ് ഇയറിൽ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. The opening stock will appear in the trial balance and would be closed and transferred to the debit of the trading account. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നടത്തുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. ദ ജേണൽ എൻട്രി ഈസ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. ദ ജേണൽ എൻട്രി ഈസ് ഉത്തരം അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ഗുഡ്സ് ഫ്രീ സാമ്പിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഡെബിറ്റ് ചെയ്യേണ്ടത് അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ടാണ്. ക്രെഡിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കുറവ് കാണിക്കേണ്ടത് പർച്ചേസ് അക്കൗണ്ടാണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ നിന്ന് കുറയണം, പോയത് അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ്. ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്, ജേണൽ എൻട്രി വരുന്നത് അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ. ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ. ദ ജേണൽ എൻട്രി ഈസ് ഡാഷ്. ഉത്തരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ, ഇതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും അതേ എമൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ എന്ന് പറഞ്ഞാൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലും വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. ട്രേഡിംഗ് അക്കൗണ്ട് നമുക്കറിയാം ഡയറക്റ്റ് ചാർജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ എന്ന് പറയുമ്പം അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും വേണം. ഇനി ഗുഡ്സ് ഡിസ്ട്രോയിഡ് ബൈ ഫയർ വിത്ത് ഫുൾ ഇൻഷുറൻസ് ക്ലെയിം ആണ് എങ്കിൽ ഇൻഷുറൻസ് ക്ലെയിമിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. Cash or goods taken by the proprietor for his personal use is known as dash. Cash or goods taken or withdrawn by the proprietor for his personal use is known as dash. ഉത്തരം ഡ്രോയിങ്സ്. ക്യാഷ് ആയിട്ടോ മറ്റു ഗുഡ്സ് ആയിട്ടോ പ്രൊപ്രൈറ്റർ ബിസിനസ്സിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഡ്രോയിങ്സ് എന്നാണ് പറയുക. ജേണൽ എൻട്രി വരുന്നത് ക്യാഷാണ് എടുക്കുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്ന് വരും. ക്യാഷായിട്ടാണ് വിത്ഡ്രോ ചെയ്യുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി വരിക. ഇനി അസറ്റ് എന്തെങ്കിലും ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു അസറ്റ് അക്കൗണ്ട്. കറസ്പോണ്ടിങ് അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുകയും ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും വേണം. ബൈ വേ ഓഫ് ഗുഡ്സ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. അത് പർച്ചേസ് അക്കൗണ്ടിൽ നിന്ന് കുറയണം, പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം, ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷായിട്ടോ ഗുഡ്സായിട്ടോ അസറ്റായിട്ടോ ഒക്കെ വിത്ഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് പോകുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ടിലേക്കാണ്. അതിനെ ഡ്രോയിങ്സ് എന്നാണ് പറയുക. അതുകൊണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എടുക്കുവാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ടിനെയാണ്. അതുപോലെ അസറ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ഗുഡ്സായിട്ടാണ് എടുക്കുന്നതെങ്കിൽ പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. Cash or goods taken or withdrawn by the proprietor for his personal use is known as drawings. Dash liabilities are immediate liabilities of the firm that are to be paid within 1 year from the date of balance sheet. Dash liabilities are immediate liabilities of the firm that are to be paid within 1 year from the date of balance sheet. ഉത്തരം കറൻറ്റ് ലയബിലിറ്റീസ്. ഒരു വർഷത്തിനുള്ളിൽ കൊടുത്ത് തീർക്കേണ്ട ഇമ്മീഡിയറ്റ് ലയബിലിറ്റീസിനെയാണ് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സ്, എക്സ്പെൻസസ് പേയബിൾ,
ബിൽസ് പേയബിൾ, ഷോർട്ട് ടേം ലോൺസ്, അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സ്, ഇതെല്ലാം കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. അതെല്ലാം ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഷോർട്ട് പീരീഡിനുള്ളിൽ കൊടുത്ത് തീർക്കേണ്ടതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ളതാണ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് വേജസ് എന്നൊക്കെ പറയുന്നത് കൊടുക്കാനുള്ളതാണ്, കൊടുത്തിട്ടില്ല, അത് ലയബിലിറ്റിയാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എല്ലാം കറൻറ്റ് ലയബിലിറ്റിയിൽ വരുന്നതാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, പ്രൊവിഷൻ ഫോർ ടാക്സസ് പേയബിൾ, ഇതെല്ലാം കറൻറ്റ് ലയബിലിറ്റീസ് ആണ്. വിത്തിൻ 1 ഇയറിൽ കൊടുത്ത് തീർക്കേണ്ടതാണ്. ഡാഷ് ഈസ് ദ എക്സസ് ഓഫ് കറൻറ്റ് അസറ്റ് ഓവർ കറൻറ്റ് ലയബിലിറ്റി. ഡാഷ് ഈസ് ദ എക്സസ് ഓഫ് കറൻറ്റ് അസറ്റ് ഓവർ കറൻറ്റ് ലയബിലിറ്റി. ഉത്തരം വർക്കിംഗ് ക്യാപിറ്റൽ. കറൻറ്റ് ലയബിലിറ്റീനേക്കാളും കൂടുതലാണ് കറൻറ്റ് അസറ്റ് എങ്കിൽ ആ ഡിഫറൻസിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറൻറ്റ് അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ്. എന്നാൽ ടോട്ടൽ കറൻറ്റ് അസറ്റിനെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. കറൻറ്റ് അസറ്റിൽ നിന്നും കറൻറ്റ് ലയബിലിറ്റീസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതിനെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ എക്സസ് ഓഫ് കറൻറ്റ് അസറ്റ് ഓവർ കറൻറ്റ് ലയബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓണേഴ്സ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ഡാഷ്. ഓണേഴ്സ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ഡാഷ്. ഉത്തരം അസറ്റ്സ് മൈനസ് ലയബിലിറ്റി. അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറയ്ക്കുമ്പോഴാണ് ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ കിട്ടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് ആണ്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം, അസറ്റ് കണ്ടുപിടിക്കാം, ലയബിലിറ്റി കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പഠിച്ചു. അതുതന്നെയാണ് ഇവിടെ ചോദ്യം. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ഈസ് ഓൾസോ കോൾഡ് ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത്. ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്നൊക്കെ പറയുന്നത് ക്യാപിറ്റലാണ്. ഓണേഴ്സ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റി. ക്യാപിറ്റൽ എന്ന് പറയുന്നത് പ്രൊപ്രൈറ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ്. 3 തരത്തിൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബൈ വേ ഓഫ് ക്യാഷ്, ബൈ വേ ഓഫ് അസറ്റ്, ബൈ വേ ഓഫ് ഗുഡ്സ്. ക്യാഷാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ജേണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിനെ എല്ലാ കേസിലും ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അസറ്റ് ആണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ജേണൽ എൻട്രി വരുന്നത് അസറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി പ്രൊപ്രൈറ്ററുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈ വേ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ എൻട്രി വരുന്നത് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏത് കേസാണെങ്കിലും ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്, അസറ്റ് ആണെങ്കിൽ അസറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ബൈ വേ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഓണേഴ്സ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റി. ഓണേഴ്സ് ഇക്വിറ്റി ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് കാണിക്കുന്നത് ചോദിച്ചാൽ ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നെറ്റ് പ്രോഫിറ്റ് ആയാലും നെറ്റ് ലോസ് ആയാലും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റലിനോട് കൂടി ആഡ് ചെയ്യുകയും നെറ്റ് ലോസ് ആണെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് കുറച്ചിട്ട് ഡ്രോയിങ്സും കുറയ്ക്കണം. ആ എമൗണ്ടാണ്, ബാലൻസ് എമൗണ്ടാണ് ഓണേഴ്സ് ഇക്വിറ്റി. ഓണേഴ്സ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് ഓർ മൈനസ് ലോസ് മൈനസ് ഡ്രോയിങ്സ്. ലയബിലിറ്റി ഫോർ ബിൽ ഡിസ്കൗണ്ടഡ് ഈസ് ഡാഷ് ലയബിലിറ്റി. ലയബിലിറ്റി ഫോർ ബിൽസ് ഡിസ്കൗണ്ടഡ് ഈസ് ഡാഷ് ലയബിലിറ്റി. ഉത്തരം കണ്ടിൻജൻറ്റ് ലയബിലിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിൻജൻറ്റ് അസറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചറിൽ സംഭവിക്കാവുന്ന ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് കിട്ടാവുന്ന അസറ്റ്. അതുപോലെ തന്നെയാണ് ലയബിലിറ്റിയും. ഫ്യൂച്ചറിൽ സംഭവിക്കാവുന്ന ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാകാവുന്ന ലയബിലിറ്റി. അതിന് ഉദാഹരണമാണ് ലയബിലിറ്റി ഫോർ ബിൽസ് ഡിസ്കൗണ്ടഡ് അല്ലെങ്കിൽ ലയബിലിറ്റി ഫോർ ഗ്യാരണ്ടി അണ്ടർടേക്കൺ. ഇതെല്ലാം കണ്ടിൻജൻറ്റ് ലയബിലിറ്റിക്ക് ഉദാഹരണങ്ങളാണ്. Liability for bill discounted is contingent liability. The value of floating assets changes constantly. This is called dash. The value of floating assets changes constantly. This is called dash. ഉത്തരം ഫ്ലക്ച്വേഷൻ. ഫ്ലോട്ടിംഗ് അസറ്റ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സിനെയാണ് ഫ്ലോട്ടിംഗ് അസറ്റ്സ് അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് അസറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഈ കറണ്ട് അസറ്റിൻ്റെ വാല്യൂ
മാർക്കറ്റ് വാല്യൂ പല സമയങ്ങളിൽ പലതായിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ ഫ്ലക്ച്വേഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഓരോ അസറ്റുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ട് അസറ്റുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ ടേമാണ് ഫ്ലക്ച്വേഷൻ. കറണ്ട് അസറ്റിൻ്റെ വാല്യൂ ചില സമയം ഇൻക്രീസ് ചെയ്യും, ചില സമയം ഡിക്രീസ് ചെയ്യും. അതിനെയാണ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. ഡാഷ് അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഓൾ ഡയറക്റ്റ് ഇൻകംസ്. ഡാഷ് അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഓൾ ഡയറക്റ്റ് ഇൻകംസ്. ഉത്തരം ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നത് എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും അതുപോലെ എല്ലാ ഡയറക്റ്റ് ഇൻകവും ആണ്. ഡയറക്റ്റ് എക്സ്പെൻസസിനെ ഡെബിറ്റ് ചെയ്യുകയും ഡയറക്റ്റ് ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ്, ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അത് ഗ്രോസ് ലോസ് ആണ്. ഈ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ്. റവന്യൂ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഓൾ ഡയറക്റ്റ് ഇൻകംസ് ആൻഡ് ഇറ്റ് ഷോസ് ദ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിനുശേഷം നെറ്റ് പർച്ചേസ്. നെറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് കുറച്ച എമൗണ്ട് ആണ് നെറ്റ് പർച്ചേസസ്. പിന്നെ വരുന്ന വേജസ്, ഡയറക്റ്റ് വേജസ്, ഫ്രൈറ്റ്, ഒക്ട്രോയി, ഇതെല്ലാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് സെയിൽസ്, അത് നെറ്റ് സെയിൽസ് ആണ്. സെയിൽസ് റിട്ടേൺ കുറച്ച എമൗണ്ട് ആണ് സെയിൽസിൽ കാണിക്കുന്നത്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരുന്നത്. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലാവേണ്ടത്. അങ്ങനെ ക്രെഡിറ്റ് സൈഡ് കൂടുതലാകുമ്പോൾ വരുന്ന ബാലൻസ് ആണ് ഗ്രോസ് പ്രോഫിറ്റ്. ഇനി ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അത് ഗ്രോസ് ലോസ് ആണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ് വേജസ് ആൻഡ് സാലറീസും അതുപോലെ സാലറീസ് ആൻഡ് വേജസും. നമുക്കറിയാം വേജസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എന്നാൽ വേജസ് ആൻഡ് സാലറീസ് എന്ന് തരികയാണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. സാലറീസ് ആൻഡ് വേജസ് എന്ന് തരികയാണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും എല്ലാ ഡയറക്റ്റ് ഇൻകവും ആണ്. അക്കൗണ്ടൻസിൽ നിന്നുള്ള 15 ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.